ബഹുമാന്യരെ, CPIയുടെ വനം, കൃഷി, റവന്യൂ മന്ത്രിമാർ ഇടതുഭരണകാലത്ത് സ്വീകരിച്ച നയങ്ങൾ കേവലം പാരിസ്ഥിതിക കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയും പ്രകൃതി സ്നേഹത്തിനു വേണ്ടിയും മാത്രമായിരുന്നു. അതോ വായിച്ചും പഠിച്ചുമൊക്കെ തലതിരിഞ്ഞു പോയ ചില ആളുകളുടെ ചില വൈകല്യങ്ങളായിരുന്നോ ഇത്? അങ്ങനെയും ചിന്തിക്കാം. അതോ ഇത് ആസൂത്രിതമായിരുന്നു? അത് പരിശോധിച്ചേ മതിയാവും. ചില നടപടികൾ നമ്മളൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിൽ കുറിഞ്ഞി പൂക്കുന്നു. അന്ന് തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ കുറിഞ്ഞി പൂത്തത് കാണാൻ അവിടേക്ക് ഒഴുകുന്നു. അങ്ങനെ ഒരു കുറിഞ്ഞി വസന്തം, കുറിഞ്ഞിയെക്കുറിച്ചുള്ള എഴുത്ത്, കുറിഞ്ഞിയെക്കുറിച്ചുള്ള ചർച്ച, ഇതെല്ലാം ഇങ്ങനെ ആകെ ഒരു കുറിഞ്ഞിമയമായി കേരളം മാറിയ ആ സുദിനത്തിൽ വളരെ പെട്ടെന്ന് അന്നത്തെ വനം മന്ത്രി ബിനോയ് വിശ്വം മൂന്നാറിലെത്തി ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് തരളഹൃദയനായി, വളരെ തരളിതനായി മണ്ണിനെപ്പറ്റി, പൂവിനെപ്പറ്റി, ശലഭങ്ങളെപ്പറ്റി, കുറിഞ്ഞിയെപ്പറ്റിയൊക്കെ കാവ്യാത്മകമായി സംസാരിച്ചുകൊണ്ട് അവിടെ ഒരു കുറിഞ്ഞി സാങ്ച്വറി പ്രഖ്യാപിച്ചു. 8000 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. ആ ഭൂമിയിൽ 95% ആളുകളും പട്ടികജാതിക്കാരായ തമിഴ് വംശജരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയായിരുന്നു അങ്ങനെ ഏറ്റെടുത്തത്. കുറിഞ്ഞി പൂത്ത പ്രദേശങ്ങളിൽ ഒന്നുമായിരുന്നില്ല ഈ ഭൂമി ഏറ്റെടുത്തത്. അവിടെ നിന്ന് വളരെ അകലെ കോവിലൂരിൽ, കൊട്ടക്കമ്പൂരിൽ, വട്ടവട തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഭൂമി ഏറ്റെടുത്തത്. മറ്റൊന്ന്, സമീപകാലത്ത് കാന്തല്ലൂരിൽ 10000 ഏക്കർ റവന്യൂ ഭൂമി ഒറ്റയടിക്ക് വനം വകുപ്പിന് വിട്ടുകൊടുക്കുന്നു. കേരളത്തിന് 30% വനമുണ്ട്. ഇന്ത്യക്ക് 24% വനമാണുള്ളത്. ലോകത്ത് മുഴുവൻ ആമസോൺ ഉൾപ്പെടെ 26% വനമുള്ളത്. അപ്പോൾ കേരളം 30% വനം സൂക്ഷിക്കുന്നു. അതേസമയം കേരളത്തിൽ മറ്റൊരു 35% പ്രദേശങ്ങൾ വനത്തിന് തുല്യമായ വൃക്ഷഛായയിൽ കർഷകർ സംരക്ഷിച്ചു വരുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശമാണ് കേരളം. അവിടെയാണ് 30% പ്രദേശം വനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ആ കേരളത്തിൽ 4 ലക്ഷത്തോളം ആളുകൾ സ്വന്തമായി വീടില്ലാത്തവരും സ്വന്തമായി ഭൂമിയില്ലാത്തവരുമാണ്. അവർക്ക് വീടും ഭൂമിയും കൊടുക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഭൂപരിഷ്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷിയുടെ ഉടമസ്ഥാവകാശങ്ങളിലേക്ക് അതിലെ കുടിയാന്മാരായ കൃഷിക്കാർ ഒരിക്കലും വന്നില്ല. 5 സെൻറ്റുകളിൽ കോളനിവാസികളായി മാറ്റപ്പെട്ടു. പിന്നോക്ക ജാതിക്കാരും പട്ടികജാതിക്കാരുമായിട്ടുള്ള ആളുകൾ. അവർക്കും കൃഷിഭൂമി നൽകുന്നതിന് തീരുമാനമായിട്ടില്ല. കേരളത്തിൻ്റെ വനത്തിൽ നിന്ന് അടിച്ചോടിച്ച ആദിവാസികൾ, വനസംരക്ഷണ നിയമത്തിൻ്റെ പേരിൽ അടിച്ചോടിച്ച ആദിവാസികൾക്ക് കൊടുക്കാനുള്ള ഭൂമി ഇന്ന് വരെ കൊടുത്തിട്ടില്ല. വനത്തിൻ്റെ ഭാഗമായി കൊടുക്കാനുള്ളതും കൊടുത്തിട്ടില്ല. ഇതെല്ലാം നിൽക്കുന്ന സമയത്താണ് 10000 കണക്കിന് ഏക്കർ ഭൂമി, സർക്കാരിന് റോഡ് പണിയാൻ പോലും ഭൂമിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 10000 കണക്കിന് ഏക്കർ ഭൂമി ഓരോ സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ച് വനം വകുപ്പിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വനത്തോടുള്ള, കുറിഞ്ഞിയോടുള്ള, ശലഭങ്ങളോടുള്ള, പൂക്കളോടുള്ള, പുഴയോടുള്ള പ്രണയമാണ് എന്നൊന്നും കരുതാൻ പറ്റില്ല. അതിന് കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ നടപടികളെല്ലാം ലോകത്ത് മഴക്കാടുകൾ വളരുന്ന എല്ലാ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിലാണെങ്കിൽ അവിടുത്തെ യുവാക്കൾ ഐക്യരാഷ്ട്രസഭയുടെ UNDPയുടെ ആളുകളെയും അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും കാണുന്നിടത്ത് വെച്ച് തല്ലുകയാണ്. അതിന് കാരണം അവർ പറയുന്നത്, അന്താരാഷ്ട്ര സമൂഹം ഞങ്ങളുടെ മണ്ണും ഞങ്ങളുടെ മരങ്ങളും പ്ലാൻ ചെയ്യേണ്ട, ഞങ്ങളത് വളർത്തിയത്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളത് സംരക്ഷിച്ചത് കൊണ്ടാണല്ലോ ഇത് നിലനിൽക്കുന്നത്. ആ ചോദ്യത്തിനകത്ത് വലിയ അർത്ഥമുണ്ട്. അമേരിക്ക അടക്കമുള്ള, യൂറോപ്പ് അടക്കമുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലെ മഴക്കാടുകളുള്ള പ്രദേശങ്ങൾ ഏതു വിധത്തിലും ജനരഹിതമായി മാറ്റിക്കൊണ്ടാണെങ്കിലും കൈവശത്തിലെടുക്കണമെന്നും അത് വനഭൂമിയായി നിലനിർത്തി, വനം വകുപ്പിൻ്റെ കീഴിൽ നിലനിർത്തി, അതിലൂടെ അവർക്കതിനെ മാനേജ് ചെയ്യണമെന്നും അതിന് എത്ര കോടി രൂപ വേണമെങ്കിലും ഇങ്ങോട്ട് ധനസഹായമായി നൽകാനും അതിനുള്ള പദ്ധതികൾ UNDP വഴി ഉണ്ടാക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ 10000 കണക്കിന് കോടി രൂപ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മൊത്തം ഇന്ത്യയിലേക്ക് 47,000 കോടി രൂപയുടെ ഗ്രീൻ ഇന്ത്യ മിഷൻ പ്രോജക്റ്റാണ് വന്നിട്ടുള്ളത്. അതിലെല്ലാം
കൂടുതൽ, അതായത് ഉഷ്ണമേഖല മഴക്കാടുകളുള്ള പ്രദേശങ്ങൾ മുഴുവൻ, അവിടുത്തെ ആവാസ വ്യവസ്ഥയെ മുഴുവൻ, മനുഷ്യരെ മുഴുവൻ പുറന്തള്ളി, ആദിവാസികളെ പുറന്തള്ളി, കൃഷിക്കാരെ പുറന്തള്ളി, താമസക്കാരെ പുറന്തള്ളി, അതിന് നിർമ്മാണ നിരോധനം കൊണ്ടുവന്ന് അതിന് കൃഷി വിലക്കി, കന്നുകാലി വളർത്തൽ വിലക്കി, കൃഷി വകുപ്പ് കൈവശം വെച്ചുകൊണ്ട് കൃഷിയും മൃഗപരിപാലനവും ഇല്ലാതാക്കി, മറുവശത്ത് വനം വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാടിൻ്റെ സ്വാഭാവിക വ്യവസ്ഥയെ ഇല്ലാതാക്കി, കാട്ടിനുള്ളിൽ വിദേശ ഇനം മഞ്ഞക്കൊന്ന പോലെയുള്ളത് കൊണ്ടുവന്ന് വനം വകുപ്പ് തന്നെ വിദേശ സബ്സിഡിയോടുകൂടി ധനസഹായത്തോടുകൂടി അവർ കൊടുത്ത വിത്ത്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ടിഷ്യൂ കൾച്ചർ തൈകൾ നട്ടു വളർത്തി വനം അതിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി തകർന്ന് അതിനുള്ളിൽ പുൽമേടുകളില്ലാതായി, വെള്ളത്തിൻ്റെ ലഭ്യതയില്ലാതായി, മൃഗങ്ങൾ കാർഷിക മേഖലയിലേക്ക് വ്യാപരിക്കുന്നു. അങ്ങനെ കൃഷിക്കാരുടെ ഭൂമി ആക്രമിക്കുന്നു, കൃഷിക്കാരുടെ ഭൂമിക്ക് വിലയില്ലാതാവുന്നു, കൃഷി ചെയ്യാൻ പറ്റാതാവുന്നു, കർഷകർ ഉപേക്ഷിച്ചു പോകുന്നു. അങ്ങനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ കിഫ്ബിയിൽ നിന്ന് പലിശയ്ക്ക് എടുത്ത പൈസ കൊടുത്തിട്ട് 15 ലക്ഷം രൂപ ഒരു കർഷക കുടുംബത്തിന് കൊടുത്ത് കർഷകനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ആ ഭൂമി ഏറ്റെടുത്ത് വനംവകുപ്പിൽ നിക്ഷിപ്തമാക്കുന്ന അടക്കമുള്ള പദ്ധതികൾ ഇവിടെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പദ്ധതികളൊക്കെ നടക്കുന്നത് ആരുടെയെങ്കിലും കുറിഞ്ഞി സ്നേഹത്തോടോ പ്രകൃതി സ്നേഹത്തോടോ പൂക്കളോടോ പുഴകളോടോ ഒക്കെയുള്ള സ്നേഹത്തിൻ്റെ പേരിലല്ല. ഇതൊരാഗോള പദ്ധതിയുടെ ഭാഗമാണ്. ആ ആഗോള പദ്ധതിയിൽ അറിയാതെ ചെന്നുപെട്ടവരല്ല CPIയുടെ മന്ത്രിമാർ. അവരെ ഈ താല്പര്യങ്ങളുടെ വക്താക്കളാക്കി മാറ്റിച്ചുകൊണ്ട് അന്താരാഷ്ട്ര താല്പര്യങ്ങൾ, ആഗോള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആ കോർപ്പറേറ്റുകളുടെ സാമ്രാജ്യത്വങ്ങൾ, ആ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയെ മുൻനിർത്തി നമ്മളുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെയും കോടതികളെയും വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുന്ന പരിപാടികൾക്ക് വേണ്ട മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഭരണാധികാരികളായി ഇവർ മാറിയതാണ്. അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും വായിച്ചു പഠിച്ചിട്ട് ഒരു ഏനക്കേട് വന്ന് ചെയ്തതോ പ്രകൃതിയോടുള്ള ഇങ്ങനെ നടക്കാൻ വയ്യാത്ത സ്നേഹവുമായി ജനിച്ചുപോയ ചിലരായതുകൊണ്ടോ അത്യഗാധ ബുദ്ധിജീവികളോ ശാസ്ത്രജ്ഞന്മാരോ ഒന്നുമായതുകൊണ്ടല്ല. ഇവർ പാശ്ചാത്യ താല്പര്യങ്ങളുടെ, ആഗോള മൂലധന താല്പര്യങ്ങളുടെ നടത്തിപ്പ് കേരളത്തിൽ ഏറ്റെടുത്തു കൊടുക്കുകയും ഇവിടുത്തെ കൃഷിക്കാരെയും ആദിവാസികളെയും പട്ടികജാതിക്കാരെയും ഭൂവുടമകളെയും അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറന്തള്ളി മൃഗങ്ങൾക്കും വനത്തിനും വേണ്ടി ആഗോള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നതിൻ്റെ ഏജന്റുമാരായിരുന്നു എന്നുള്ളതാണ് സത്യം. കേരളം വരും കാലത്ത് ചർച്ച ചെയ്യേണ്ട വസ്തുതകളാണ്. അതിൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അതാണ് അന്വേഷിക്കേണ്ടത്. ആ പാർട്ടിയുടെ പരിപാടി ആദ്യം തൊട്ട് അവസാനം വരെയും അവസാനം തൊട്ട് ആദ്യം വരെയും തിരിച്ചു ഒന്ന് വായിച്ചു നോക്കൂ. അവിടെ എങ്ങും ഈ പറയുന്ന പരിപാടിയൊന്നുമില്ല. കുറിഞ്ഞി സംരക്ഷിക്കാൻ വേണ്ടി പട്ടികജാതിക്കാരുടെ ഭൂമി പിടിച്ചെടുക്കണമെന്ന് ആ പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞിട്ടില്ല. ആനയ്ക്ക് വേണ്ടി ആദിവാസികളുടെ പട്ടയഭൂമിയിൽ നിന്ന് അവരെ അടിച്ചോടിക്കണമെന്ന് ആ പരിപാടിയിൽ പറഞ്ഞിട്ടില്ല. ജനസാന്ദ്രമായ കേരളത്തിലെ റവന്യൂ തുണ്ടുകൾ മുഴുവൻ വനമാക്കി മാറ്റുന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കുകയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം ആ പാർട്ടിയുടെ മന്ത്രിമാർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ പഠിപ്പിൻ്റെ കുറവല്ല, ഈ പാർട്ടിയുടെ പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഭരണാധികാര കസേരയിലിരിക്കുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആഗോള കോർപ്പറേറ്റുകൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ വക്താക്കൾ അവരുടെ തൽപര മേഖലകളിലെ സർക്കാരുകളിൽ, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന പാർട്ടികളിൽ, അധികാരത്തിലിരിക്കുന്ന പാർട്ടികളിലൊക്കെ ലോബിയിങ്ങിലൂടെ കടന്നുകൂടും. അവരുടെ നയങ്ങളെ വേണമെങ്കിൽ അട്ടിമറിക്കും. ഇല്ലെങ്കിൽ ഭരണാധികാരത്തിൽ വരുന്നവൻ പാർട്ടിക്ക് ഭരണാധികാരിയുടെ മേൽ നിയന്ത്രണമില്ലാത്ത വല്ല സംവിധാനമാണെങ്കിൽ അവനെ കയ്യിലെടുത്തിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കും. കേരളത്തിൽ നടന്നത് അതാണ്. ഭരണാധികാര കസേര, വനം, റവന്യൂ, കൃഷി വകുപ്പ് കസേരകളിലേക്ക് ചെല്ലുന്ന ആളുകളെ ഈ ആഗോള കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, അതായത് താല്പര്യമെന്ന് പറഞ്ഞാൽ വെറും ഒരു കള്ളക്കഥയല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഈ താല്പര്യങ്ങളുടെ ഭാഗമായി ഈ ആഗോള കോർപ്പറേറ്റുകൾ കൊടുത്ത നികുതി അമേരിക്കയിലെയും യൂറോപ്പിലെയും രാജ്യങ്ങൾ ശേഖരിച്ച് അവരുടെ രാജ്യത്തിൻ്റെ വിഹിതമായി ഐക്യരാഷ്ട്രസഭയിൽ റെഡ് ഫണ്ട് എന്ന് പറഞ്ഞ് പൂൾ ചെയ്ത് ലക്ഷക്കണക്കിന് കോടി രൂപ മാറ്റിയിട്ടിട്ട് അതിൽ നിന്ന് 47,000 കോടി രൂപ ഇന്ത്യയിലേക്ക് തള്ളിയിട്ടാണ് ഈ പറയുന്ന കുറിഞ്ഞി സാങ്ച്വറി ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. 60% പ്രദേശങ്ങൾ വൃക്ഷഛായയിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ കേരളത്തിലെ കർഷകരുടെ ഭൂമിയുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞിട്ടാണെങ്കിൽ പോലും അത് വനം വകുപ്പിൽ നിക്ഷിപ്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അവിടെ ആ കസേരകളിലിരിക്കുന്നവർ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ അച്ചാരം പറ്റിക്കൊണ്ട് ഇത് ചെയ്തു എന്ന് തന്നെയാണ് ഇനി സംശയിക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത്. അതിലേക്കുള്ള അന്വേഷണം കേരളം നടക്കണം. കേരളത്തിൻ്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധമുള്ളവർ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. അവരുടെ പാർട്ടിയുടെ പരിപാടിയിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നത്. ഭരണാധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ പറ്റിയ ഒരബദ്ധവുമല്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യമാണ് ഈ ഇലക്ഷനിൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് 4 പേർ CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. പാർട്ടി പരിപാടിയും പാർട്ടി മാനിഫെസ്റ്റോയുമല്ല ഇതുവരെ ഈ മന്ത്രിമാരാരും അവരുടെ മന്ത്രി കസേരയിൽ നിന്നുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ 4 പേരും വേറെ വല്ലതും നടപ്പാക്കുക എന്നുള്ള ചോദ്യമുണ്ട്. അതായത്
വനം വകുപ്പും വന നിയമങ്ങൾ കൊണ്ടും ജീവിക്കാൻ വയ്യാതുകൊണ്ട് ആയിക്കഴിഞ്ഞിരിക്കുന്ന വയനാട്ടിലെ കർഷകർ, വ്യാപാരികൾ, കൽപ്പറ്റ പട്ടണം മുഴുവൻ ESI ആണ്. ഇന്ന് വരെ അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വനം വകുപ്പിൽ നിന്നോ റവന്യൂ വകുപ്പിൽ നിന്നോ ഒരു പേപ്പർ പോയിട്ടില്ല. വനം വകുപ്പിൽ നിന്നല്ല, റവന്യൂ വകുപ്പാണ് അത് കൊടുക്കേണ്ടത്. ഇന്ന് വരെ കൊടുത്തിട്ടില്ല. വയനാടിൻ്റെ തലസ്ഥാനമായ കൽപ്പറ്റ ESIയിലാണ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നാണ് അതിൻ്റെ വിജ്ഞാപനം ഇപ്പോഴും കിടക്കുകയാണ്. അവിടെ ഇത് റവന്യൂ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ജനവാസ മേഖലയാണെന്ന് കാണിച്ച് കൊടുക്കേണ്ട റവന്യൂ വകുപ്പ് അത് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആസൂത്രിതമാണിത്. അങ്ങനെയുള്ള ഈ വന നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിൻ്റെ ജനജീവിതത്തെ, ആദിവാസി ജീവിതത്തെ, കച്ചവട സമൂഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കേന്ദ്ര വന ഭേദഗതി നിയമം ഉണ്ടാകുന്നത്. ആ വന ഭേദഗതി നിയമം അനുസരിച്ച് 96 ഡിസംബർ 12 മുമ്പ് എന്ത് കാര്യത്തിനൊരു ഭൂമി ഉപയോഗിച്ചിരുന്നോ, വനഭൂമി ഉപയോഗിച്ചിരുന്നോ അങ്ങനെ തന്നെ തുടരും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തെ എതിർത്തുകൊണ്ട്, ഇത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു എന്നറിയേണ്ടതുണ്ട്, ആ നിയമത്തെ എതിർത്തുകൊണ്ട് രാജ്യസഭയിൽ ഉറഞ്ഞു തുള്ളിയാടാണ് ബിനോയ് വിശ്വം. ആ നിയമത്തെ എതിർത്തുകൊണ്ട് അതിനുശേഷം സങ്കടം തീർക്കുവാൻ വേണ്ടി ലേഖനമെഴുതി ആത്മനിർവൃതി അടയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹം ഇനിയും കുറച്ചുനാൾ രാജ്യസഭയിൽ ഉറഞ്ഞു തുള്ളാനുണ്ടാവും. ആ നിയമ ഭേദഗതിയിലൂടെ വയനാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ കഴിയും. വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കർഷകരുടെ ജീവിതം മാറിത്തീരും. അവിടുത്തെ വ്യാപാരികളുടെ ജീവിതം മാറിത്തീരും. അവിടെ ഒരു നാടായി നിലനിൽക്കും, വനം വനമായും നിലനിൽക്കും. അതിന് പകരം കൃഷിക്കാരെയും വ്യാപാരികളെയും ആദിവാസികളെയും പുറന്തള്ളി വനം വ്യാപിപ്പിക്കുന്ന പരിപാടിക്ക് വേണ്ട ഒരു നിയമം ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചത് അതേപടി നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ഉറഞ്ഞു തുള്ളിയ, ഇനിയും ഉറഞ്ഞു തുള്ളാൻ പോകുന്ന ബിനോയ് വിശ്വത്തിനൊപ്പം ലോക്സഭയിൽ കൂടി ഒരാൾ ഉറഞ്ഞു തുള്ളാൻ പറഞ്ഞുവിടേണ്ട ആവശ്യം സോക്കേട്. താമരശ്ശേരി മുതൽ വയനാട് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടോ, കർഷകർക്കുണ്ടോ, കൃഷിക്കാർക്കുണ്ടോ, അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കുണ്ടോ, ഈ കർഷകരെ അവലംബിച്ച് ജീവിക്കുന്നവർക്കുണ്ടോ, അവിടെ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുണ്ടോ, അവിടുത്തെ ആദിവാസികൾക്കുണ്ടോ, അവിടുത്തെ പട്ടികജാതികൾക്കുണ്ടോ? അവിടുത്തെ ജനസാമാന്യത്തിന് ഇത് ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി വേറെ, പാർട്ടി പരിപാടി വേറെ. ഭരണാധികാര കസേരകളിലേക്ക് കയറിക്കഴിഞ്ഞ് ഇവിടെ എടുത്തിട്ടുള്ള, കർഷകനോട് എടുത്തിട്ടുള്ള, റവന്യൂ വകുപ്പ് കൈവശം വിട്ടുകൊണ്ട് എടുത്തിട്ടുള്ള, വനം വകുപ്പ് കൈവശം വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഈ നിലപാടുകളെല്ലാം എവിടെ നിന്നോ പൊട്ടി വീണതാണ്. ആ പൊട്ടി വീണ സ്ഥലം കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയുടെ ആഫീസാണെങ്കിലും, വനമന്ത്രിയുടെ ആഫീസാണെങ്കിലും, കൃഷിമന്ത്രിയുടെ ആഫീസാണെങ്കിലും അതിൻ്റെ ഉത്ഭവം ആഗോള കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളാണ്, ആഗോള കാർബൺ ഫണ്ടിൻ്റെ കളികളാണിത്. കേരളത്തിലെ ജനജീവിതത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള പദ്ധതിയാണ്. മഴക്കാടുകളുള്ള, മരം വെച്ച് പിടിപ്പിച്ചാൽ വരുന്ന പ്രദേശങ്ങൾ ലോകത്തെവിടെയുണ്ടോ അത് മുഴുവൻ കൈയടക്കി അതാത് നാട്ടിലെ ഭരണാധികാരികളെയും അവിടെ പാശ്ചാത്യ ശക്തികൾ പറഞ്ഞ് പേടിപ്പിച്ച് പാസ്സാക്കിയ വന നിയമങ്ങളുടെയും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കോടതി വിധികളുടെയും എല്ലാം പിൻബലത്തോടുകൂടി ആ മേഖലകളെ ജനരഹിതമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ക്രൂരമായ കോർപ്പറേറ്റ് തന്ത്രമാണ് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പങ്കെടുത്തവരാണ് ഈ ആളുകൾ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത് ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്ന ചർച്ചയല്ല. ഭരണാധികാര കസേരകളിലേക്ക് വരുന്ന ആളുകൾ ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കണം, ജനങ്ങളുടെ താല്പര്യങ്ങളുടെ പ്രതിനിധികളായിരിക്കണം, സുതാര്യമായിരിക്കണം. ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ കസേരയിൽ കയറിയിരുന്ന് ചെയ്യുന്ന ആരെയും വിശ്വസിച്ച് അധികാര സ്ഥാനങ്ങളിലേക്ക് അയക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ പൗരന്മാർക്കില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും ഒരു നേതാവിൻ്റെയും തിണ്ണയുടെ മൂലയിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടികളല്ല ഈ നാട്ടിലെ പൗരന്മാർ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് സിറ്റിസൺസ് കോർണറിൻ്റെ ഈ മീറ്റിംഗ് പുരോഗമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിലേക്ക് CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ദ്രോഹങ്ങൾ ഈ നാട്ടിലെ സകല ജനവിഭാഗങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അവരുടെ ജീവിതത്തെ കടമുഴക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കിയ മന്ത്രിമാരുടെ പാർട്ടിയുടെ പ്രതിനിധികളായി ഇവരെ നിങ്ങൾ എന്തിനു തിരഞ്ഞെടുക്കണമെന്ന് ആലോചിക്കണം. അധികാരം, പാർലമെൻറ്റിൻ്റെ അധികാരം ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരുടെ കയ്യിലാണ്. അവർ ആ അധികാരം അവരുടെ പ്രതിനിധിയിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർ പോയി സമ്മേളിച്ച് പുതിയ പാർലമെൻ്റ് ഉണ്ടാകും. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. നിങ്ങളുടെ അധികാരം വിലപ്പെട്ടതാണ്. രാജ്യം ഇന്ത്യയിലെ പൗരന്മാരുടേതാണ്, അല്ലാതെ ഈ പോകുന്ന 500 ചില്ലുവാനം പ്രതിനിധികളുടേതല്ല. ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടേതാണ്. അവരാണ് അതിൻ്റെ ഉടമസ്ഥന്മാർ. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച് നിങ്ങളോട് നന്ദിയുണ്ട്.
ഈ സൂചിപ്പിച്ച പ്രശ്നങ്ങളുടെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലക്ഷൻ തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.